Good afternoon. Good afternoon, ma'am. Afternoon, teacher. Good afternoon. Mute ചെയ്തോളൂ എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? ഏതൊക്കെയായിരുന്നു ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ? ഓക്കെ, ഏതൊക്കെയായിരുന്നു? മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടായിരുന്നു, പിന്നെ ഏതായിരുന്നു? ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടായിരുന്നു, ദെൻ പിന്നെ ഏതായിരുന്നു? ഹൈബ്രിഡ് ഓക്കെ, ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു? ഒരു മോഡുലാർ കമ്പോണൻസ് യൂസ് ചെയ്ത് നിർമ്മിക്കുന്നതാണ്. അത് ഓഫ് സൈറ്റില് മുൻകൂട്ടി നിർമ്മിക്കുന്നതും ബിൽഡ് ചെയ്യുന്നതും ഓൺ സൈറ്റിൽ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്നതുമാണ്, അസംബിൾ ചെയ്യുന്നതുമായ ഓപ്പറേഷൻ തിയേറ്ററിനെയാണ് നമ്മൾ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സർജിക്കൽ എൻവയോൺമെന്റ് ആണ് ഇത്തരം ഓപ്പറേഷൻ തിയേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ട എല്ലാ അഡ്വാൻസ്ഡ് ടെക്നോളജീസും ഫെസിലിറ്റീസും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ എന്തൊക്കെയായിരുന്നു അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് അത് കൺസ്ട്രക്ട് ചെയ്യാം അല്ലെ? മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്താണ് എളുപ്പമാണ്, ഈസിയാണ്. പിന്നെ അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ എക്സ്പാൻഷൻ നടത്തണമെങ്കിലും അത് എളുപ്പമാണ്. ഓക്കെ, ഇങ്ങനെ കുറെ ബെനിഫിറ്റ്സുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്തായിരുന്നു? ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്തായിരുന്നു? എല്ലാ അഡ്വാൻസ്ഡ് മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ കൂടെ പിന്നെ എന്തൊക്കെയാണ് IT സിസ്റ്റത്തെയും ഡിജിറ്റൽ ഇമേജിങ്ങിനെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററിനെയാണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടായിരുന്നു. ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകത എന്താ? നിത്യ, എന്തായിരുന്നു പ്രത്യേകത? എന്താണ് ഒരു ഓപ്പറേഷൻ? സാധാരണ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ എന്താണ് എല്ലാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ഇമേജിങ്ങിനെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, അപ്പൊ ഈ 3 ഓപ്പറേഷൻ തിയേറ്റർ ക്ലിയർ ആണോ? ക്ലിയർ ആയിരുന്നോ? പിന്നെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ്, എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്? ധാരാളം പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കണം അല്ലെ? എങ്ങനെ എന്തൊക്കെയായിരുന്നു അത്? എന്തെങ്കിലും 1-2 മാർക്കെങ്കിലും ഷെയർ ചെയ്യാമോ? ഒരാൾ മാത്രം അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്? PPE വെയർ ചെയ്യണം. PPE വെയർ ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെന്തായിരുന്നു? ഡേഞ്ചർ എന്ന് ലേബൽ ചെയ്തിട്ടുള്ള ഇതിൽ വേണം. നമ്മൾ ഷാർപ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യുകയും അതേപോലെ തന്നെ ഡിസ്കാർഡ് ചെയ്യുകയും വേണം. പിന്നെന്തായിരുന്നു? ഷൂസ് ഷൂസ് പ്രോപ്പർ ആയിട്ട് കവർ ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെന്തായിരുന്നു? ചാൻസ് കൂടുതലാണ്. അപ്പോ കൺട്രോൾ ചെയ്യണം. ഫയറൊക്കെ തീപിടുത്തം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് തീപിടുത്തം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണം. അതേപോലെ തന്നെ എയർ ഫ്ലോ എങ്ങനെയായിരിക്കണം? എന്താണ് ലാമിനാർ എയർ ഫ്ലോ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള വെന്റിലേഷൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ കുറെ പ്രിവെന്റീവ് മെത്തേഡ്സുകൾ നമ്മൾ എന്തൊക്കെ പ്രിവെന്റീവ് മെത്തേഡ്സ് ആണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റ് ഡ്യൂട്ടീസ്, അതൊരു 3 പോയിന്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ഇൻവോൾവ് സ്റ്റാൻഡേർഡ് പോളിസീസ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, ആ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അഡ്മിനിസ്ട്രേഷൻ must involve standard policies for protection of patients in operation theatre. ഓപ്പറേഷൻ തിയേറ്ററിൽ പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ചില പോളിസീസ് ഉണ്ട്, അല്ലെങ്കിൽ ചില പ്രോട്ടോകോൾസ് ഉണ്ട്. എന്തിനു വേണ്ടിയാണ് ഇത്തരം പ്രോട്ടോകോൾസ് കൊണ്ടുവരുന്നത്?
റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ റിജു? ലാസ്റ്റ് പേജ്. അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ഇൻവോൾവ്. ഓക്കെ ക്ലിയർ ആണല്ലോ. അപ്പൊ എന്തിനു വേണ്ടിയാണ് ഇത്തരം പോളിസീസ് അല്ലെങ്കിൽ പ്രോട്ടോകോൾസ് കൊണ്ടുവരുന്നത്? എന്തിനു വേണ്ടിയാണ്? പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ ഓപ്പറേഷൻ തിയേറ്റർ ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരം പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ പോളിസികൾ കൊണ്ടുവരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഒരു പേഷ്യന്റിന്റെ സേഫ്റ്റിക്കും അതേപോലെ തന്നെ ഉയർന്ന നിലവാരത്തിലുള്ള ഹൈ ലെവൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്നതിനും സർജറി പ്രൊസീജിയേഴ്സിൽ ഉണ്ടാകാൻ ചാൻസസ് ഉള്ള മിസ്റ്റേക്കുകൾ കുറക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരം പോളിസികൾ അല്ലെങ്കിൽ പ്രോട്ടോകോൾസ് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ മേഖലകളിലാണ് ഇത്തരം പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ പോളിസീസ് കൊണ്ടുവരേണ്ടത് ഏതൊക്കെ മേഖലകളിലാണ്? ഫസ്റ്റ് വൺ എന്താണ്? മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ. അപ്പോ ഏതാണ് ഫസ്റ്റ് വൺ? എന്താണ്? മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ. അതിലെന്താ പറയുന്നത്? എന്തിനു വേണ്ടിയാണ് പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യണം എന്ന് പറയുന്നത്? എന്തിനു വേണ്ടിയാണ്? ഓക്കെ, എന്തിനാണ് പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? അവരുടെ പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അല്ലെ? നമ്മൾ കേട്ടിട്ടില്ലേ, പേഷ്യന്റിന് പേഷ്യന്റ് മാറിപ്പോകുക സർജറി ടൈമിൽ എന്താണ്? തെറ്റായ പേഷ്യന്റിന് തെറ്റായ സർജറി ചെയ്യുക. ഇത്തരം ന്യൂസുകൾ നമ്മൾ കേൾക്കാറുള്ളതാണ്. അതെന്തുകൊണ്ടാണ്? ഇത്തരം പ്രോട്ടോകോൾസ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരം മിസ്റ്റേക്സ് ഉണ്ടാകുന്നത്. അപ്പൊ അത് കുറക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം പോളിസികൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺസ് ആണ് മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ പോളിസി. അപ്പോ അതിൽ എന്തൊക്കെ മെത്തേഡ്സ് ആണ്, ഏതൊക്കെ മെത്തേഡ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നമുക്ക് പേഷ്യന്റിനെ എങ്ങനെയൊക്കെ തിരിച്ചറിയാം? ഒരു പേഷ്യന്റിനെ എങ്ങനെയൊക്കെ തിരിച്ചറിയാം? ആ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് നോക്കി ആ പേഷ്യന്റിനെ തിരിച്ചറിയാം അല്ലെ? അയാളുടെ ഫുൾ നെയിം ഇൻക്ലൂഡിങ് അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഒരു ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോൾ അയാളുടെ മെഡിക്കൽ റെക്കോർഡ്സ് നോക്കി അയാളുടെ പേര് എന്താണ്, ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടെ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയതിനു ശേഷമേ ആ പേഷ്യന്റിനെ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാനായിട്ട് പാടുള്ളൂ. അതൊരു പ്രോട്ടോകോൾ ആണ്. ഓക്കെ, അതിനുവേണ്ടി വേറൊരു മെത്തേഡ് ഉണ്ട്. കയ്യിൽ റിസ്റ്റ് ബാൻഡ് വെയർ ചെയ്യിപ്പിക്കാറുണ്ട് പേഷ്യന്റിനെ. കണ്ടിട്ടുണ്ടോ? റിസ്റ്റ് ബാൻഡ് കയ്യിൽ വെയർ ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പൊ ഈ രണ്ട് മെത്തേഡ് അല്ലാതെ വേറൊരു മെത്തേഡും ഫോളോ ചെയ്യാൻ പാടുള്ളതല്ല. ഫസ്റ്റ് വൺ എന്താണ്? നിങ്ങൾക്ക് റിസ്റ്റ് ബാൻഡ് കയ്യിൽ കെട്ടിക്കൊടുക്കാം. ഓക്കെ, അതിൽ കുറച്ച് ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെന്താണ്? റിസ്റ്റ് ബാൻഡ് കയ്യിൽ ധരിപ്പിക്കാവുന്നതാണ്. അല്ലാതെ പേഷ്യന്റ് അഡ്മിറ്റ് ആക്കിയ റൂം നമ്പറോ അല്ലെങ്കിൽ പേഷ്യന്റ് കിടക്കുന്ന ബെഡിന്റെ പൊസിഷൻ നോക്കിയോ പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ എങ്ങനെയായിരിക്കണം പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്? പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് നോക്കി ഇൻക്ലൂഡിങ് ഡേറ്റ് ഓഫ് ബർത്ത് വരെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം, ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ കയ്യിൽ റിസ്റ്റ് ബാൻഡ് വെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇത് രണ്ടുമാണ് ചെക്ക് ചെയ്യേണ്ടത്. അല്ലാതെ എന്താണ്, പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്ത റൂമോ ആ റൂം നമ്പറോ പേഷ്യന്റിന്റെ പൊസിഷനോ ബെഡിന്റെ പൊസിഷൻ നോക്കിയോ അല്ല പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ റിസ്റ്റ് ബാൻഡ് പറഞ്ഞു. അതിൽ എന്തൊക്കെയാ ഇൻഫോർമേഷൻസ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? എന്തൊക്കെയാണ്? പേഷ്യന്റിന്റെ ഫുൾ നെയിം ഉണ്ടായിരിക്കും. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടെ പേഷ്യന്റിന്റെ ഫുൾ നെയിം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. പിന്നെന്താണ്? മെഡിക്കൽ റെക്കോർഡ് നമ്പർ ഉണ്ടായിരിക്കും. ഈ റിസ്റ്റ് ബാൻഡില് മെഡിക്കൽ റെക്കോർഡ് നമ്പർ, പേഷ്യന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയ മെഡിക്കൽ റെക്കോർഡിന്റെ നമ്പർ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്, ചില ഹോസ്പിറ്റൽസിൽ ബാർകോഡ് ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റൽസ് ആണെങ്കിൽ അത്തരം ബാർകോഡ്സും പ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഒരു പേഷ്യന്റിനെ നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്ററിൽ പല റൂംസുകൾ ഉണ്ട് അല്ലെ? ഡിഫറെന്റ് ഏരിയാസ് ഉണ്ട്. അപ്പൊ ഓരോ ഏരിയാസിലോട്ട് മാറ്റുമ്പോഴും ഇത്തരം കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒന്നില്ലെങ്കിൽ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ആ റിസ്റ്റ് ബാൻഡ് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം ഓരോ ഏരിയാസിലോട്ടും മൂവ് ചെയ്യിപ്പിക്കാനായിട്ട്.
ഓക്കെ, ക്ലിയർ ആണോ? സെക്കൻഡ് വൺ എന്താണ്? ഫസ്റ്റ് വൺ ആയിരുന്നു മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻസ്. അതിനൊരു പ്രോട്ടോകോൾ ഉണ്ട്. ദെൻ restraining of patients during movement. ഓക്കെ, restraining of patients during movement. മൂവ്മെന്റിന്റെ ടൈമിൽ പേഷ്യന്റിനെ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യേണ്ട സമയത്ത് ചില പ്രോട്ടോകോൾസ് പാലിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ആ പ്രോട്ടോകോൾസ്? ഓക്കെ, എന്തൊക്കെയാണ് ആ പ്രോട്ടോകോൾസ്? എന്തൊക്കെ പ്രോട്ടോകോൾസ് ആണ് നമ്മൾ പാലിക്കേണ്ടത്? അപ്പൊ എന്തിനു വേണ്ടിയാണ് ഇത്തരം പ്രോട്ടോകോൾസ്? നമ്മളൊരു പേഷ്യന്റിനെ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യിക്കാനായിട്ട് സ്ട്രെച്ചേഴ്സ് അല്ലെങ്കിൽ വീൽ ചെയർ ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? ഇഞ്ചുറീസ് കുറക്കുന്നതിന് വേണ്ടിയും പേഷ്യന്റിന് എന്താണ് പ്രോപ്പർ ആയിട്ട് മൂവ് ഇപ്പൊ ചിലപ്പോൾ ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും അസൗകര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ കാരണം മൂവ് ചെയ്യാൻ കഴിയാത്ത പേഷ്യന്റ് ആയിരിക്കാം. അത്തരം പേഷ്യന്റിനെ കൊണ്ടുപോകാനായിട്ട് ഇത്തരത്തിലുള്ള ഏതാണ് മെഡിക്കൽ സ്ട്രക്ചേഴ്സോ വീൽ ചെയേഴ്സോ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരം എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണത്? അത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണോ എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രെച്ചർ ആയിക്കോട്ടെ അല്ലെങ്കിൽ വീൽ ചെയർ ആയിക്കോട്ടെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെന്താണ്? ഇത്തരം പേഷ്യന്റിനെ കൊണ്ടുപോകുന്ന ടൈമിൽ എങ്ങനെയായിരിക്കണം? കെയർഫുൾ ആയിട്ടായിരിക്കണം നമ്മൾ ആ പേഷ്യന്റിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ, കെയർഫുൾ ആയിട്ട് വേണം പേഷ്യന്റിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. ക്വാളിറ്റിയുള്ള എക്യുപ്മെന്റ്സ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഈ വീൽ ചെയേഴ്സും സ്ട്രെച്ചേഴ്സ് എന്താണ് ക്വാളിറ്റി ഉള്ളത്, പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നതാണോ എന്നും ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, തേർഡ് വൺ, പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ് ഓൺ ഓപ്പറേറ്റിംഗ് ടേബിൾ. Okay, protection of patients on operating table while turning on transferring. Okay, ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ ടേബിളിൽ എത്തുന്ന പേഷ്യന്റിനെ നമുക്ക് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ടേൺ ചെയ്യിക്കേണ്ടി വരാറുണ്ട് അല്ലെ, തിരിച്ചു കിടത്തേണ്ടി വരാറുണ്ട്. ഓക്കെ, പൊസിഷനിങ്ങിന് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? പേഷ്യന്റിന്റെ ആ പ്രോപ്പർ ആയിട്ടുള്ള സർജറി ചെയ്യേണ്ട ഏരിയ പ്രോപ്പർ ആയിട്ട് ലഭിക്കുന്നതിന് വേണ്ടി എന്താണ് പൊസിഷനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പേഷ്യന്റിനെ ടേൺ ചെയ്യിക്കേണ്ടി വരാറുണ്ട്. അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ആ റൂമിൽ നിന്നും റിക്കവറി റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരാറുണ്ട് അല്ലെ? അത്തരം സിറ്റുവേഷൻസിൽ എന്തൊക്കെ പ്രോട്ടോകോൾസ് ആണ് നമ്മൾ പാലിക്കേണ്ടത്? ഒരു ഹോസ്പിറ്റൽസിലും എന്തൊക്കെ പ്രോട്ടോകോൾസ് ആണ് ഉണ്ടായിരിക്കേണ്ടത്? ഓക്കെ, അപ്പൊ ഈ സമയത്ത് പേഷ്യന്റിന് ഇഞ്ചുറീസ് ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പേഷ്യന്റ് കംഫർട്ട് ആണെന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? പേഷ്യന്റിന് ഇഞ്ചുറീസ് ഉണ്ടാകാൻ പാടുള്ളതല്ല. പിന്നെന്താണ്? പേഷ്യന്റ് കംഫർട്ട് ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. പിന്നെ നമുക്കറിയാം ഈ ബെഡിൽ നിന്നും ആ ഓപ്പറേഷൻ ടേബിളിൽ നിന്നും ആ സ്ട്രെച്ചറിലോട്ട് മാറ്റാനായിട്ട് ചില ഡിവൈസുകൾ ഉപയോഗിക്കാറുണ്ട്. ഏതൊക്കെയാണിത്? ട്രാൻസ്ഫർ ബോർഡ് അല്ലെങ്കിൽ ലിഫ്റ്റിംഗ് എയ്ഡ്സ് പോലുള്ള ഡിവൈസുകൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അത്തരം ഡിവൈസുകൾ നമുക്ക് ഈസിലി അവൈലബിൾ ആയിരിക്കണം, ആ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് വെരി ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ ഇതിന് ഉപയോഗിക്കുന്ന ലിഫ്റ്റിംഗ് ബോർഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലിഫ്റ്റിംഗ് എയ്ഡ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ബോർഡ് ആയിക്കോട്ടെ പ്രോപ്പർ ആയിട്ട് പ്രവർത്തിക്കുന്നതാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിന് ഡാമേജ് ഇല്ലാത്തതാണെന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പിന്നെ ഈ ട്രാൻസ്ഫർ ടൈമിൽ നേരത്തെ പറഞ്ഞ പോലുള്ള എക്യുപ്മെന്റ്സ് കൊണ്ട് ഇഞ്ചുറീസ് ഉണ്ടാകാനായിട്ട് പേഷ്യന്റിന് ഇത്തരം ബോർഡ്സുകൾ അല്ലെങ്കിൽ ലിഫ്റ്റിംഗ് എയ്ഡ്സ് ഉപയോഗിക്കുന്നത് മൂലം ഒരു തരത്തിലുള്ള ഇഞ്ചുറീസും ഉണ്ടാകാൻ പാടുള്ളതല്ല. പിന്നെ സേഫ്റ്റി സ്ട്രാപ്സുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് എങ്ങനെയായിരിക്കണം? ജെം ഫ്രീ ആയിരിക്കണം. ഓക്കെ, അണുവിമുക്തമായിരിക്കണം. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പിന്നെന്താണ്? ചില സമയത്ത് പേഷ്യന്റ് എങ്ങനെയായിരിക്കും? ഓപ്പറേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ അൺകോൺഷ്യസ് സ്റ്റേജിലായിരിക്കും. അത്തരം സിറ്റുവേഷൻസിൽ ഈ പേഷ്യന്റിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് 2 അതിലധികമോ സ്റ്റാഫുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത്
ഉറപ്പുവരുത്തേണ്ടത് നിർബന്ധമാണ്. അങ്ങനെ ഒരു പ്രോട്ടോകോൾസും ഉണ്ട്. അതിനുവേണ്ടി 2ഓ അതിലധികമോ സ്റ്റാഫുകളുടെ ഹെൽപ്പ് നേടേണ്ടതാണ്. പിന്നെ പ്രോപ്പർ ആയിട്ട് സ്ലോവിലായിരിക്കണം പേഷ്യന്റിനെ മൂവ് ചെയ്യിക്കേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അപ്പൊ എന്തൊക്കെയാണ്? പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ് ഓൺ ഓപ്പറേറ്റിംഗ് ടേബിൾ വൈൽ ടേണിംഗ് ഓർ ട്രാൻസ്ഫറിങ്. ഒന്നുകൂടെ പറഞ്ഞുതരാട്ടോ. അപ്പൊ എന്തൊക്കെയാണ്? പേഷ്യന്റിനെ ചില സമയത്ത് നമുക്ക് ടേൺ ചെയ്യേണ്ടി തിരിച്ചു കിടത്തേണ്ടി വരാറുണ്ട്. അല്ലെങ്കിൽ എന്താണ്, ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം റിക്കവറി റൂമിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ സ്ട്രക്ചർ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഈ സ്ട്രക്ചർ യൂസ് ചെയ്യുമ്പോൾ ഈ ബെഡിൽ നിന്നും ഓപ്പറേഷൻ ടേബിളിൽ നിന്നും ഈ സ്ട്രക്ചറിലോട്ട് പേഷ്യന്റിനെ മാറ്റാൻ വേണ്ടി ലിഫ്റ്റിംഗ് എയ്ഡ്സ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ലിഫ്റ്റിംഗ് എയ്ഡ്സ് അല്ലെങ്കിൽ എന്തായിരുന്നു? ഓക്കെ, ട്രാൻസ്ഫർ ബോർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഉപയോഗിക്കുന്ന ഈ എക്യുപ്മെന്റ്സ് എങ്ങനെയായിരിക്കണം? ജംപ് ഫ്രീ ആണെന്ന് ഉറപ്പുവരുത്തണം. ഈ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് മൂലം പേഷ്യന്റിന് ഒരു ഇഞ്ചുറീസും ഉണ്ടാകാൻ പാടുള്ളതല്ല. ഓക്കെ, പിന്നെന്താണ്? ഇത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് എല്ലാം ലിഫ്റ്റിംഗ് എയ്ഡ്സ് ആയിക്കോട്ടെ, ട്രാൻസ്ഫർ ബോർഡ്സ് ആയിക്കോട്ടെ, പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഓക്കെ, ഇത് ഈസിലി ഓപ്പറേഷൻ റൂമിൽ അവൈലബിൾ ആണെന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ദെൻ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾസ്. എന്തൊക്കെയാണ് ഇൻഫെക്ഷൻ തടയുന്നതിനുള്ള പ്രോട്ടോകോൾസ്? എന്തൊക്കെയാണ്? അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇൻഫെക്ഷൻ തടയാൻ വേണ്ടി എന്തൊക്കെ പ്രോട്ടോകോൾസ് ആണ് ഒരു ഓപ്പറേഷൻ റൂമിനുള്ളിൽ പാലിക്കേണ്ടത് അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ടത്? ഏതൊക്കെ പ്രോട്ടോകോൾസ്? എന്താണ്? എന്തോ? ജ്വല്ലറീസ് ഒക്കെ മാറ്റണം. ഓക്കെ. ജേം ഫ്രീ എൻവയോൺമെന്റ്. വെരി ഗുഡ്. ജം ഫ്രീ. ഓപ്പറേഷൻ തിയേറ്റർ എങ്ങനെയായിരിക്കണം? ജം ഫ്രീ എൻവയോൺമെന്റ് ആയിരിക്കണം. ഓക്കെ, പിന്നെന്തായിരുന്നു ഓപ്പറേഷൻ റൂമിന്റെ പ്രത്യേകത? എയർ കണ്ടീഷൻഡ് ആയിരിക്കണം. ദെൻ ലാമിനാർ ഫ്ലോ, എയർ ഫ്ലോ ഉള്ള സെപ്പറേറ്റ് എന്ത് വേണം? വെന്റിലേഷൻ ഉള്ള ഓപ്പറേഷൻ റൂം ആയിരിക്കണം. ഓക്കെ, ഓപ്പറേറ്റിംഗ് റൂം എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കണം? ജം ഫ്രീ ആയിരിക്കാനായിട്ട് എയർ കണ്ടീഷൻഡ് ആയിരിക്കണം, സെപ്പറേറ്റ് വെന്റിലേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെന്താണ്? ഇനി സ്റ്റാഫുകൾ എങ്ങനെയായിരിക്കണം? സ്റ്റാഫുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ജം ഫ്രീ ആകാൻ വേണ്ടി PPE വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, മാസ്ക്, ഗ്ലൗസ് പോലുള്ള, ഗൗൺസ് പോലുള്ള PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെന്താണ്? പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ കൂടിയായിരിക്കണം സ്റ്റാഫ് പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ കൂടി മാത്രമേ മൂവ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതേപോലെ തന്നെ സ്ക്രബ്. എന്തായിരുന്നു സ്ക്രബിംഗ്? സ്ക്രബിംഗ് മെത്തേഡ് എന്തായിരുന്നു? സുസ്മി. എന്താണ് സ്ക്രബിംഗ് മെത്തേഡ്? എന്തായിരുന്നു? കൈ ഗ്ലൗസ് നമ്മൾ വെയർ ചെയ്യുന്നതിന് മുമ്പ് ഹാൻഡ് വാഷ് ചെയ്ത് ഹാൻഡ് വാഷ് ചെയ്ത് ജം ഫ്രീ ആക്കി വെക്കണം. ഓക്കെ, എന്താണ്? ഹാൻഡ് വാഷ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് സ്ക്രബിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സ്ക്രബിംഗ് ചെയ്തിരിക്കണം. പിന്നെന്താണ്? PPE വെയർ ചെയ്യണം. ദെൻ പിന്നെ ജം ഫ്രീ ആവാനായിട്ട് പ്രീ ഓപ്പറേറ്റീവ് പ്രിപ്പറേഷൻസ് ഉണ്ട് അല്ലെ? പ്രീ ഓപ്പറേറ്റീവ് പ്രിപ്പറേഷൻസ് ഉണ്ട്. ഓപ്പറേഷന് മുൻപ് ആ പേഷ്യന്റിനെ പ്രിപ്പയർ ചെയ്യുന്ന രീതിയുണ്ട് അല്ലെ? എന്തൊക്കെയാണത്? ഈ മുറിവുണ്ടാക്കുന്നതിന് മുൻപായിട്ട് ആ സർഫസ്, ആ ഏരിയ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. ആൽക്കഹോൾ യൂസ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. പിന്നെ ആ ഓപ്പറേഷൻ ചെയ്യുന്ന ആ ഏരിയയിൽ നിന്നും എന്താണ്? ഹെയർസ് റിമൂവ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഇൻഫെക്ഷൻസ് തടയുന്നതിന് വേണ്ടിയാണ് ഇത്തരം പ്രോസസ്സ് ചെയ്യുന്നത്. പിന്നെ ഡിസ്പോസൽ. ഓക്കെ, ഇൻഫെക്ഷൻ തടയുന്നതിനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത എല്ലാ മെറ്റീരിയൽസും എങ്ങനെ ഡിസ്പോസ് ചെയ്യണം? എങ്ങനെയാ ഡിസ്പോസ് ചെയ്യേണ്ടത്? വേസ്റ്റുകളെ പ്രോപ്പർ ആയിട്ട് വേർതിരിച്ച് വേണം ഡിസ്പോസ് ചെയ്യാനായിട്ട്. എല്ലാ വേസ്റ്റ് മെറ്റീരിയൽസിനെയും ഒരുമിച്ചാണോ, ഒരു കണ്ടെയ്നറിലാണോ ഡിസ്പോസ് ചെയ്യേണ്ടത്?
നമ്മൾ ഹോസ്പിറ്റൽസിൽ ഓപ്പറേഷൻ തിയേറ്ററിലായിക്കോട്ടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താണ് സ്പില്ലേജ് അല്ലെങ്കിൽ വേസ്റ്റുകൾ ഉണ്ടെന്ന് പഠിച്ചല്ലേ. ഷാർപ്സ് ഉണ്ടായിരിക്കാം, ബ്ലഡിന്റെയോ ബോഡി ഫ്ലൂയിഡ്സിന്റെയോ വേസ്റ്റുകൾ വരാം, പിന്നെന്താണ് കെമിക്കൽസിന്റെ വേസ്റ്റുകൾ വരാം അല്ലേ, പിന്നെ യൂസ് ചെയ്ത കണ്ടാമിനേറ്റഡ് ഡ്രസ്സസ് വരാം. അങ്ങനെ പലതരം എന്താണ് വേസ്റ്റുകൾ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ ഇതിനെല്ലാം വേർതിരിച്ച് വേണം ഡിസ്പോസ് ചെയ്യാനായിട്ട്. അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഏതൊക്കെ ഓപ്പറേഷൻ തിയേറ്ററിൽ പാലിക്കേണ്ട പോളിസികൾ എന്തൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ എന്തായിരുന്നു? മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ. പേഷ്യന്റിനെ പ്രോപ്പർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്? 2 മെത്തേഡാ പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? റിസ്റ്റ് ബാൻഡ് കയ്യിൽ ധരിക്കണം. മ്യൂട്ട് ചെയ്തോളൂ. മെഡിക്കൽ റെക്കോർഡ് നോക്കി അയാളുടെ ഫുൾ നെയിം ഇൻക്ലൂഡിംഗ് ഡേറ്റ് ഓഫ് ബർത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. രണ്ടാമത്തെ എന്തായിരുന്നു? റിസ്റ്റ് ബാൻഡ് വെയർ ചെയ്യിപ്പിക്കണം. ഓക്കെ, റിസ്റ്റ് ബാൻഡ് കയ്യിൽ വെയർ ചെയ്യിപ്പിക്കണം. പേഷ്യന്റിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ഡിഫറെന്റ് സ്റ്റേജസിലോട്ട് ഡിഫറെന്റ് ഏരിയാസിലോട്ട് മാറ്റുമ്പോഴും എല്ലാ ടൈമിലും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ആ പേഷ്യന്റ് തന്നെയാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനുള്ള പ്രോട്ടോകോൾസ് ഉണ്ട്. നെക്സ്റ്റ് വൺ ആണ് റീസ്ട്രെയിനിങ് ഓഫ് പേഷ്യൻസ് ഡ്യൂറിങ് മൂവ്മെന്റ്. മൂവ്മെന്റിന്റെ ടൈമിൽ യൂസ് ചെയ്യേണ്ട ചില പ്രോട്ടോകോൾസ് ഉണ്ട്. എന്തൊക്കെയാണ്? നമ്മൾ ആ സമയത്ത് ഉപയോഗിക്കുന്ന മൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ എക്യുപ്മെന്റ്സും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, പിന്നെന്തായിരുന്നു? പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ദെൻ കെയർഫുൾ ആയി ഹാൻഡിൽ ചെയ്യണം പേഷ്യന്റിനെ. കെയർഫുൾ ആയിട്ട് വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ് ഓൺ ഓപ്പറേറ്റിംഗ് ടേബിൾ വൈൽ ടേണിംഗ് ഓൺ ട്രാൻസ്ഫറിംഗ്. ആ സമയത്ത് എന്തൊക്കെ പ്രോട്ടോകോൾസ് ആണ് ഉള്ളത്? എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഓപ്പറേഷൻ ടേബിളിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഓക്കെ മ്യൂട്ട് ചെയ്തോളൂ. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഫസ്റ്റ് വൺ, മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. അൺകോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ ആ പേഷ്യന്റിനെ മൂവ് ചെയ്യിക്കാനായിട്ട് 2ൽ കൂടുതൽ സ്റ്റാഫുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, ലിഫ്റ്റിംഗ് എയ്ഡ്സ് അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്ഫർ ബോർഡുകൾ ഉപയോഗിച്ച് വേണം ഓപ്പറേഷൻ ടേബിളിൽ നിന്നും സ്ട്രക്ചറിലോട്ട് മാറ്റാനായിട്ട്. അതിനിടയിൽ പേഷ്യന്റിന് ഇത്തരം എക്യുപ്മെന്റ്സ് കൊണ്ട് ഒരു ഇഞ്ചുറീസും ഉണ്ടാകാൻ പാടുള്ളതല്ല. ഓക്കെ, പിന്നെന്താണ് ലിഫ്റ്റിംഗ് എയ്ഡ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണോ തുടങ്ങിയ കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതും ഓപ്പറേഷൻ തിയേറ്ററിൽ ഇത്തരം എക്യുപ്മെന്റ്സ് ഈസിലി അവൈലബിൾ ആണോ എന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ദെൻ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾ. ഓക്കെ, ഇൻഫെക്ഷൻ തടയുന്നതിന് വേണ്ടിയുള്ള പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ്? PPE വെയർ ചെയ്യണം, ഓപ്പറേഷൻ തിയേറ്റർ പ്രോപ്പർ ആയിട്ട് ജെം ഫ്രീ ആയിരിക്കണം, സ്ക്രബിംഗ് ചെയ്തിട്ടുണ്ടായിരിക്കണം, പ്രീ ഓപ്പറേറ്റീവ് പ്രിപ്പറേഷൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ആ സർഫസ് ഓപ്പറേഷൻ ചെയ്യുന്ന ആ പേഷ്യന്റിന്റെ സ്കിൻ എങ്ങനെയാണ്? പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, ഹെയർസ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇനി റിക്കവറി റൂം. ഓക്കെ, പേഷ്യന്റിനെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് റിക്കവറി റൂമിലോട്ട് മാറ്റി. അവിടെ എന്തൊക്കെ പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? Patient observation to be performed every 15 minutes after the surgery, including vital signs, level of consciousness, bleeding, etc. അപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പേഷ്യന്റിനെ മാറ്റുന്ന റൂമാണ് റിക്കവറി റൂം എന്ന് പറയുന്നത്. ഓക്കെ, ആഫ്റ്റർ എല്ലാ കെയേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നത് ഈ റിക്കവറി റൂമിൽ വെച്ചാണ്. അപ്പൊ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എല്ലാ 15 മിനിറ്റ് കൂടുമ്പോഴും പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടതാണ്. എന്തൊക്കെ ചെക്ക് ചെയ്യണം? ടെമ്പറേച്ചർ ഓക്കെ ആണോ എന്ന് നോക്കണം. ഓക്കെ, ടെമ്പറേച്ചർ നോക്കണം, BP നോക്കണം. ഓക്കെ, ബ്ലഡ് പ്രഷർ ഓക്കെ ആണോ എന്ന് നോക്കണം. പിന്നെന്താണ്? ഹാർട്ട് ബീറ്റ്. ഓക്കെ, ഹാർട്ട് ബീറ്റ് പ്രോപ്പർ ആയിട്ടാണോ നടക്കുന്നത് നോക്കണം. പിന്നെന്താണ്? റെസ്പിറേറ്ററി റേറ്റ് പ്രോപ്പർ ആണോ എന്ന് നോക്കണം. തുടങ്ങിയ കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എവിടെയാണ്? റിക്കവറി റൂമിലുള്ള ഹെൽത്ത് കെയർ സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ ഇതിനിടയിൽ എന്തെങ്കിലും ഒരു അബ്നോർമൽ ഫൈൻഡിങ്സ് കണ്ടെത്തിയാൽ നമ്മൾ ഉടൻ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഡ്യൂട്ടിയിലുള്ള ഫിസിഷ്യനെയോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെയോ ഇൻഫോം ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Yes, ma'am. All equipments should be ready on demand.
ഓൾ എക്യുപ്മെന്റ്സ് ഷുഡ് ബി റെഡി ഓൺ ഡിമാൻഡ്. നമുക്ക് ഓപ്പറേഷൻ റിക്കവറി റൂമിൽ ധാരാളം എക്യുപ്മെന്റ്സ് അത്യാവശ്യമാണ്. ആ എക്യുപ്മെന്റ്സ് എല്ലാം ഈസിലി അവൈലബിൾ ആണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സ് എല്ലാം ഓപ്പറേഷൻ റൂമിൽ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? റെസ്ട്രിക്ഷൻസ് ഓഫ് വിസിറ്റേഴ്സ് ടു പ്രിവെന്റ് ഇൻഫെക്ഷൻസ്. ഈ റിക്കവറി റൂമിലായിക്കോട്ടെ അല്ലെങ്കിൽ ആ റിക്കവറി റൂമിൽ എങ്ങനെയാണ് വിസിറ്റേഴ്സിനെ അലൗ ചെയ്യുന്നതാണോ? വിസിറ്റേഴ്സിനെ അലൗഡ് അല്ല, റിസ്ട്രിക്റ്റഡ് ഏരിയ ആണ് റിക്കവറി ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് വിസിറ്റേഴ്സിനെ അനുവദിക്കാത്തത്? എന്തുകൊണ്ടാണ്? ഇൻഫെക്ഷൻസ്, ആ പേഷ്യന്റിനെ എന്താണ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടിയാണ് വിസിറ്റേഴ്സിനെ അലൗ ചെയ്യാത്തത്. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള കെയർ നമ്മൾ പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ? റിക്കവറി റൂമിലെ പ്രോട്ടോകോൾസ് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ റിക്കവറി റൂമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് വൺ എന്താണ്? പേഷ്യന്റ് ഒബ്സർവേഷൻ ടു ബി. എല്ലാ 15 മിനിറ്റ് കൂടുമ്പോഴും പേഷ്യന്റിനെ ഒബ്സർവ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം ആ സമയത്ത്? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ നോക്കണം, BP നോക്കണം, ആ ഹാർട്ട് ബീറ്റ് പ്രോപ്പർ ആണോ എന്ന് നോക്കണം, റെസ്പിറേറ്ററി റേറ്റ്സ് നോക്കണം. ഓക്കെ, പിന്നെ ബ്ലീഡിങ് ബ്ലീഡിംഗ് ഒക്കെ നോക്കണം, ചെക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഈ പ്രോട്ടോകോൾസുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. നെക്സ്റ്റ് ടോപ്പിക് ആണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി. ഓക്കെ, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്താണ്? ഓപ്പറേഷൻ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഈ ഓപ്പറേഷൻ റൂമിലുള്ള ഈ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ്? അപ്പോ ഈ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്ന് പറയുന്നത് ആ ഓപ്പറേഷൻ തിയേറ്റർ, ആ ഡിപ്പാർട്ട്മെന്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് റോൾ വഹിക്കുന്ന ഒരു പേഴ്സൺ ആണ്. ഓക്കെ, അത് ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റീവ് റോൾ വഹിക്കുന്ന പ്ലേ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് ഈ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന് പല ഉത്തരവാദിത്തങ്ങളും റെസ്പോൺസിബിലിറ്റീസും അസൈൻ ചെയ്ത് നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണത്? ഇപ്പൊ സർജറി ടൈംസ് ഷെഡ്യൂൾ ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? പേഷ്യന്റിന്റെ ഹെൽത്ത് റെക്കോർഡ്, മെഡിക്കൽ റെക്കോർഡ് ചെക്ക് ചെയ്യുക, മാനേജ് ചെയ്യുക. അല്ലെങ്കിൽ സർജിക്കൽ ടീമും മറ്റ് ഡിപ്പാർട്ട്മെന്റ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേറ്റർ ആയിട്ടും പ്രവർത്തിക്കുന്നത് ഈ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണ്. ഓക്കെ, മനസ്സിലായോ? ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്റർ ഡിപ്പാർട്ട്മെന്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് റോൾ വഹിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അദ്ദേഹത്തിന് ധാരാളം വർക്ക്സുകൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? അതിൽ 1-2 വർക്ക്സ് ആണ്. ഏതാണ്? സർജിക്കൽ ഷെഡ്യൂൾസ് കോർഡിനേറ്റ് ചെയ്യുക, പിന്നെന്താണ്? പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് മാനേജ് ചെയ്യേണ്ടതും ഇദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അതേപോലെ തന്നെ സർജിക്കൽ ടീമും മറ്റ് ഡിപ്പാർട്ട്മെന്റിനും ഇടയിൽ ഒരു കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് പ്രവർത്തിക്കേണ്ടതും ഈ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അയാളുടെ റെസ്പോൺസിബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറീസ് keep the department running smoothly and effectively by greeting and welcoming patients. ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറീസ് ആണ് ഓപ്പറേഷൻ റൂം ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ സ്മൂത്ത് ആയിട്ടും പ്രോപ്പർ ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും പ്രവർത്തിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന പേഴ്സൺ. ഓക്കെ, ക്ലിയർ ആണോ? ആ ഡിപ്പാർട്ട്മെന്റ് പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് പരിശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന പേഴ്സൺ ആരാണ്? ഈ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണ്. ഓക്കെ, ദെൻ ആൻസറിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്ലിയർ ഡൗട്ട്സ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ഓപ്പറേഷൻ റൂം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട സർജറികൾ ഷെഡ്യൂൾ ചെയ്യുക, അല്ലെങ്കിൽ സപ്ലൈസിന് ഓർഡർ ചെയ്യുക, എല്ലാ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിലെയും എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും എല്ലാ സ്റ്റാഫുകളും ഹെൽത്ത് കെയർ സ്റ്റാഫുകളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക തുടങ്ങിയ ഡ്യൂട്ടീസും അദ്ദേഹത്തിനുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ സർജറി ഷെഡ്യൂളിംഗ് ടൈമുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്താണ് ഈ റൂൾസുമായി ബന്ധപ്പെട്ട എല്ലാ
ക്വസ്റ്റ്യൻസും ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്തം, ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഈ എക്സിക്യൂട്ടീവ്സിനാണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോ ഓപ്പറേഷൻ ഓക്കെ, ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്താണ് അവിടെ പാലിക്കേണ്ട റൂൾസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, ഇത്തരം ക്വസ്റ്റ്യൻസ്, ഇത്തരം ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയും എക്സിക്യൂട്ടീവിനാണ്. ആൻഡ് ദി തേർഡ് വൺ, these workers operate office equipment that includes voicemail and phone system, machines, copiers and scanners, and also maintain and organize department supplies. എന്തൊക്കെയാണ് വേറെന്താ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ്? ഈ വോയിസ് മെയിൽ ചെയ്യുക. ഓക്കെ, വോയിസ് മെയിൽ അല്ലെങ്കിൽ എന്താണ് ഫോൺ, കോപ്പീസ്, സ്കാനേഴ്സ്, അതുകൂടാതെ ധാരാളം ഓഫീസിൽ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ ഉണ്ടായിരിക്കുമല്ലോ. ഇത് പ്രവർത്തിപ്പിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ഓപ്പറേറ്റീവ് റൂം എക്സിക്യൂട്ടീവ്സ് എന്നാണ് റെസ്പോൺസിബിൾ ആണ്. ഇത്തരം കാര്യങ്ങളിൽ എന്താണ് ഇത് പ്രവർത്തിപ്പിക്കേണ്ടതും കൈകാര്യം ചെയ്യേണ്ടതുമായ ഉത്തരവാദിത്തം ഈ എക്സിക്യൂട്ടീവ്സിനാണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? They accept and route messages and transfer correspondence verbally or through write forms. അതിലെന്താ പറയുന്നത്? ഓപ്പറേഷൻ റൂം ഡിപ്പാർട്ട്മെന്റിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് ഉണ്ടായിരിക്കുമല്ലോ. ഇൻഫോർമേഷൻസ് സർജിക്കൽ ടീമുമായിട്ടും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളായിട്ടും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കും പാസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്തരം ഇൻഫോർമേഷൻസ് പാസ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയും ഈ എക്സിക്യൂട്ടീവിന് തന്നെയാണ്. ഓക്കെ, ഈ ഓപ്പറേഷൻ റൂം ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനത്തിന് ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ ഇൻഫോർമേഷൻസിനെയും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കും അല്ലെങ്കിൽ സ്റ്റാഫുകൾക്കിടയിലേക്കും അല്ലെങ്കിൽ സർജിക്കൽ ടീമിലേക്കും ഇൻഫോർമേഷൻ പാസ് ചെയ്യേണ്ട ഉത്തരവാദിത്വവും ഈ ഓപ്പറേഷൻ റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്കാണ്. ക്ലിയർ ആണോ? ഓക്കെ. Then additional duties consist of taking specimens to the lab, help in scheduling procedures, supporting the department through updating bed status. Okay, ഇതുകൂടാതെ കുറച്ച് ഡ്യൂട്ടീസ് കൂടി അദ്ദേഹത്തിന് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ചില അഡീഷണൽ ഡ്യൂട്ടീസ് കൂടിയുണ്ട്. എന്തൊക്കെയാണിത്? പരിശോധനയ്ക്കായിട്ട് ലാബിലേക്ക് സാമ്പിളുകൾ കൊണ്ടുപോകേണ്ട ചില സിറ്റുവേഷൻസ് വരാറുണ്ട്. അത്തരം സിറ്റുവേഷൻസിൽ ആ ഡ്യൂട്ടി ചെയ്യാനായിട്ട് എക്സിക്യൂട്ടീവ് റെസ്പോൺസിബിൾ ആണ്. അതേപോലെ തന്നെ ഈ സർജനെയും മറ്റുള്ള സ്റ്റാഫുകളെയും കോർഡിനേറ്റ് ചെയ്ത് ഈ ഓപ്പറേഷൻസ് ഓപ്പറേഷൻ ഷെഡ്യൂൾ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയും ആർക്കാണുള്ളത്? ഈ എക്സിക്യൂട്ടീവിന് തന്നെയാണ്. പിന്നെ ഓപ്പറേഷൻ റൂമിനുള്ളിൽ ബെഡ് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വവും ഈ എക്സിക്യൂട്ടീവിന് തന്നെയാണ്. അപ്പൊ ഏതൊക്കെയാണ് 3 ഉത്തരവാദിത്തങ്ങൾ, 3 റെസ്പോൺസിബിലിറ്റീസ് ഏതൊക്കെയാണ്? അഡീഷണൽ ഡ്യൂട്ടീസ് ഏതൊക്കെയാണ്? ലാബിലേക്ക് പരിശോധനയ്ക്കായിട്ട് സാമ്പിളുകൾ കൊണ്ടുപോകേണ്ടി വരാറുണ്ട്. അതേപോലെ തന്നെ എന്താണ് സർജറിക്ക് വേണ്ട ഷെഡ്യൂൾസ്, ഓക്കെ, അത് സെറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. പിന്നെന്താണ് ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ ബെഡ് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതും ഇദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്താണ്? Maintaining cleanliness and orderliness like cleaning nurses stations. അപ്പൊ nurses സ്റ്റേഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിലെ പർട്ടിക്കുലർ ഏരിയാസ് എല്ലാം ക്ലീൻ ആയിട്ടും ചിട്ടയായിട്ടും പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്? അത് മോണിറ്റർ ചെയ്യേണ്ടതും എക്സിക്യൂട്ടീവ്സിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നഴ്സിംഗ് ഏരിയ ആയിക്കോട്ടെ, നഴ്സിംഗ് സ്റ്റേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഏരിയാസ് ആയിക്കോട്ടെ, പ്രോപ്പർ ആയിട്ട് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിട്ടയോടുകൂടി സൂക്ഷിക്കുന്നുണ്ടെന്ന് മോണിറ്റർ ചെയ്യേണ്ടത് ആരാണ്? ഈ എക്സിക്യൂട്ടീവ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ, executive secretaries may also be responsible for managing and training new clerical within the operating room department. അപ്പൊ ഈ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് പുതിയ സ്റ്റാഫുകളെ നിയമിക്കുകയും അവരെ മാനേജ് ചെയ്യുകയും അതിനനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റിയും ഇദ്ദേഹത്തിന് ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന പുതിയ സ്റ്റാഫുകളെ മാനേജ് ചെയ്യുകയും അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റിയും ആർക്കാണ്?
ഈ എക്സിക്യൂട്ടീവ്സിന് തന്നെയാണ്. ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്കാണ്. അപ്പൊ സ്റ്റാഫിന് ഓരോ സ്റ്റാഫുകൾക്കും അവർക്ക് ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അവർ ചെയ്യേണ്ട ഡ്യൂട്ടീസ് പറഞ്ഞു കൊടുക്കുക, അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ഓക്കെ, ഇതൊക്കെ ഈ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഈ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റീസ്? എന്തൊക്കെയാണ് ഈ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്തായിരുന്നു? എന്താണ് ഫസ്റ്റ് വൺ? ഡിപ്പാർട്ട്മെന്റ് റണ്ണിങ് സ്മൂത്തി ആയിട്ടും എഫക്റ്റീവ്ലി ആയിട്ടും ഫങ്ഷൻസ് സ്മൂത്ത് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും റൺ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന പേഴ്സൺ ആയിട്ട് പ്രവർത്തിക്കുന്നത് ഈ എക്സിക്യൂട്ടീവ് ആണ്. എക്സിക്യൂട്ടീവ് സെക്രട്ടറി. ദെൻ പിന്നെ നെക്സ്റ്റ് ആൻസറിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്ലിയർ ഡൗട്ട്സ്. ഷെഡ്യൂളിംഗുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡൗട്ടുകൾ, റൂൾസുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഇദ്ദേഹത്തിനാണ്. Then these workers operate office equipments that includes voice, mail and phone systems. Okay, ഇതേപോലുള്ള ഡിവൈസുകൾ പ്രവർത്തിപ്പിക്കേണ്ടതും മാനേജ് ചെയ്യേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്? എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഉത്തരവാദിത്തമാണ്. ഓക്കെ, പിന്നെന്തായിരുന്നു? മെസ്സേജ് പാസ് ചെയ്യണം. ഓക്കെ, ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് മറ്റ് ഡിപ്പാർട്ട്മെന്റ്സുകളിലേക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് സ്റ്റാഫുകൾക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സർജിക്കൽ ടീമുമായിട്ടും പാസ് ചെയ്യേണ്ടത് ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ഈ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, പിന്നെന്തായിരുന്നു? ലാബിലേക്കുള്ള സ്പെസിമെൻസ് എടുക്കാല്, പിന്നെ സർജറി ഷെഡ്യൂൾഡ് ചെയ്യുന്നത്, പിന്നെ ബെഡ് സ്റ്റാറ്റസ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ അഡീഷണൽ ഡ്യൂട്ടീസ് ആയിട്ട് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് വരുന്നതാണ്. പിന്നെന്തായിരുന്നു? നഴ്സിംഗ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ വിവിധ ഏരിയാസ് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ആയിട്ടും ചിട്ടയോടും കൂടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ലാസ്റ്റ് വൺ എന്താണ്? ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിനുള്ളിലേക്ക് വരുന്ന സ്റ്റാഫുകളെ മാനേജ് ചെയ്യേണ്ടതും അവരെന്ത് ചെയ്യണം? അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതും ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആണോ? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ ഓപ്പറേഷൻ. ഓക്കെ, എക്സിക്യൂട്ടീവ്സിന്റെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്? ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ഫസ്റ്റ് നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? എന്തായിരുന്നു പഠിച്ചത്? ഫസ്റ്റ് ഓപ്പറേഷൻ തിയേറ്റർ എന്താണെന്ന് പഠിച്ചു. എന്തായിരുന്നു ഓപ്പറേഷൻ തിയേറ്റർ? ഓപ്പറേഷൻ തിയേറ്റർ എന്തായിരുന്നു? ഓപ്പറേഷൻ തിയേറ്ററിന്റെ മറ്റൊരു പേരാണ് ഓപ്പറേറ്റിംഗ് റൂം എന്ന് പഠിച്ചു അല്ലേ? ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. ഓർക്കുന്നുണ്ടോ ഇതൊക്കെ? എന്താണ്? സർജൻ പറയൂ. സർജറീസ് പെർഫോം ചെയ്യുന്ന സ്ഥലം, അതാണ് ഹോസ്പിറ്റലിൽ എവിടെയാണോ സർജറീസ് നടക്കുന്നത് അതാണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്തായിരുന്നു? 3 തരം സർജറീസ് ഉണ്ട്. വെരി ഗുഡ്. ഏതൊക്കെയായിരുന്നു? കീഹോൾ സർജറി, ഓപ്പൺ സർജറി, ദെൻ റോബോട്ട് അസിസ്റ്റഡ് സർജറി. ഓക്കെ, മിനിമലി ഇൻവേസീവ് സർജറീസ് ഉണ്ട്. അതായത് ചെറിയ ഇൻസിഷൻ, ചെറിയ മുറിവുണ്ടാക്കി അതിലൂടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സർജറീസിനെയാണ്, അതിന് എക്സാമ്പിൾ ആണ് കീഹോൾ സർജറി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഓർക്കുന്നുണ്ടോ? എന്താണ് ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയേഴ്സ്? ശരീരത്തിൽ ആ സ്കിന്നിൽ ഒരു മുറിവുണ്ടാക്കി അതിലൂടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ 3 രീതിയിലുള്ള സർജറീസ് ഉണ്ട്. കീഹോൾ സർജറി അല്ലെങ്കിൽ മിനിമലി ഇൻവേസീവ് സർജറി എന്ന് പറയും. ചെറിയ മുറിവുണ്ടാക്കി, ശരീരത്തിലെ ചെറിയ മുറിവുണ്ടാക്കി അതിലൂടെ സർജറി ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനെ മിനിമലി ഇൻവേസീവ് സർജറി എന്ന് പറയും. പിന്നെയുള്ളത് ഓപ്പൺ സർജറി.
ഓക്കെ, വലിയ മുറിവുണ്ടാക്കി അതിലൂടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനെ ഓപ്പൺ സർജറി എന്ന് പറയും. ദെൻ റോബോട്ട് അസിസ്റ്റഡ് സർജറി എന്താണ്? യന്ത്രങ്ങളുടെ ഹെൽപ്പ് മെഷീൻസിന്റെ ഹെൽപ്പോട് കൂടി സർജറി ചെയ്യുന്നതിനെയാണ് റോബോട്ട് അസിസ്റ്റഡ് സർജറി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഓപ്പറേഷൻ റൂം എൻവയോൺമെന്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ജേം ഫ്രീ ആയിരിക്കണം, ഓക്കെ, ജെം ഫ്രീ ആയിരിക്കണം. പിന്നെ വിയർ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, സ്ക്രബ്സ്, ഷൂ കവർ, ക്യാപ്സ്, ഐ ഷീൽഡ് എക്സെട്ര. നമ്മൾ PPE വെയർ ചെയ്യണം. ആ എൻവയോൺമെന്റ് ജെം ഫ്രീ ആയിരിക്കണം, എയർ കണ്ടീഷൻഡ് ആയിരിക്കണം. ആ റൂം എങ്ങനെയായിരിക്കണം? ടെമ്പറേച്ചർ കൂൾ ടെമ്പറേച്ചർ വെരി കൂൾ ആയിരിക്കണം, എയർ കണ്ടീഷൻ, ബാക്ടീരിയ ഫിൽട്രേഷൻ സിസ്റ്റം ഉണ്ടായിരിക്കണം. ഓക്കെ, എയർ കണ്ടീഷൻഡ് ആയിരിക്കണം എന്ന് പറയാൻ കാരണം എന്താ? ബാക്ടീരിയ ഫിൽട്രേഷൻ, പ്രിവെന്റ് ഇൻഫെക്ഷൻ. ഇത്തരം റൂമുകളിൽ എങ്ങനെയാണ്? എയർ കണ്ടീഷൻഡ് റൂമില് എന്താണ് ഇൻഫെക്ഷൻസ്, ഈ ബാക്ടീരിയാസിന് സ്പ്രെഡ് ചെയ്യാനായിട്ട് കഴിയില്ല, അവര് ഇൻആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ധാരാളം എക്യുപ്മെന്റ്സ് ഡിവൈസുകൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം പറയാമോ? ഏതൊക്കെ ഡിവൈസുകളാണ് പരിചയപ്പെട്ടത്? റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട്. ഓക്കെ, റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട് പഠിച്ചു. അതായത് ബ്രീത്തിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകൾ പഠിച്ചു. പിന്നെന്തായിരുന്നു? പേഷ്യന്റ് മോണിറ്ററിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പേഷ്യന്റ് മോണിറ്റർ പഠിച്ചു. ഡയഗ്നോസ്റ്റിക് ടൂൾസുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതൊക്കെ സ്റ്റാഫുകളാണ് ഈ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ വർക്ക് ചെയ്യുന്നത്? ഏതൊക്കെ സ്റ്റാഫാണ്? സർജൻസ് ഉണ്ടാവാറുണ്ട് അല്ലെ? ഓപ്പറേഷൻ ചെയ്യുന്ന ആ മെഡിക്കൽ ഡോക്ടറിനെയാണ് നമ്മൾ സർജൻ എന്ന് പറയുന്നത്. ദെൻ അനസ്തെറ്റിസ്റ്റ് ഉണ്ട് അല്ലെ? അനസ്തേഷ്യ നൽകുന്ന ഡോക്ടർ ഉണ്ട്. പിന്നെ ഏതാണ്? തിയേറ്റർ നഴ്സസ് ഉണ്ട്. നമ്മളൊരു 4 സ്റ്റേജസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പേഷ്യന്റ് കടന്നു പോകുന്ന 4 സ്റ്റേജസ് ഏതൊക്കെയായിരുന്നു? അത് പ്രീ ഓപ്പറേറ്റീവ് സ്റ്റേജ് ഉണ്ട്, ഇൻട്രാ ഓപ്പറേറ്റീവ് സ്റ്റേജ് ഉണ്ട്, പോസ്റ്റ് ഓപ്പറേറ്റീവ് സ്റ്റേജ്. ഇതിനെല്ലാത്തിനും നമ്മൾ എന്ത് പറയും? ഫ്രം അഡ്മിഷൻ ടു ഡിസ്ചാർജ് വരെയുള്ള പ്രോസസ്സിന് നമ്മൾ പെരി ഓപ്പറേറ്റീവ് സ്റ്റേജ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 4 സ്റ്റേജസിലും അല്ലെങ്കിൽ ഈ മെയിൻലി വരുന്ന ഈ 3 സ്റ്റേജസിലും പേഷ്യന്റിനെ ടേക്ക് കെയർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? തിയേറ്റർ നേഴ്സസിനാണ്. ഓക്കെ, തിയേറ്റർ നേഴ്സ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂം നേഴ്സ് എന്ന് പറയും. ഓക്കെ, ദെൻ തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് ഉണ്ട്, കാർഡിയോഗ്രാഫേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ റേഡിയോഗ്രാഫേഴ്സ് ഉണ്ട്. ഓക്കെ, മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? മെഡിക്കൽ ഇമേജിംഗ് എക്സാമ്പിൾസ് പറയാവോ? മെഡിക്കൽ ഇമേജിംഗിന് എക്സാമ്പിൾസ് പറയാൻ പറഞ്ഞാൽ ഏത് എഴുതും? എക്സ്റേ, CT സ്കാൻ. വെരി ഗുഡ്. എക്സ്റേ, CT അല്ലെങ്കിൽ MRI ഒക്കെ മെഡിക്കൽ ഇമേജിംഗ്. ഓക്കെ, അതാണ് മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറയുന്നത്. ദെൻ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ പ്രവേശിക്കുന്നതിന് ചില പോളിസികൾ ഉണ്ട്. എന്തൊക്കെയാണ് ആ പോളിസികൾ? എന്തൊക്കെ പോളിസീസ് ആണ് ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാ? ID കാർഡ്, ആർട്ടിഫിഷ്യൽ നെയിൽസ്, എക്സ്റ്റൻഡേഴ്സ് എല്ലാം ഒഴിവാക്കണം. റിമൂവ് ഓൾ ജ്വല്ലറി. ഓക്കെ, എന്തൊക്കെയാണ്? ആർട്ടിഫിഷ്യൽ നെയിൽസ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം, ചിപ്ഡ് ആയിട്ടുള്ള നെയിൽ പോളിഷ് വെയർ ചെയ്യാൻ പാടില്ല, തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെന്താണ്? ഓൾ ജ്വല്ലറീസും റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ജ്വല്ലറീസ് റിമൂവ് ചെയ്യണം എന്ന് പറയുന്നത് എന്തിനാണ്? ജ്വല്ലറീസ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ജെം ഫ്രീ ആക്കാനായിട്ട് പോസിബിൾ അല്ല അല്ലേ? അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഈ ജ്വല്ലറീസ് റിമൂവ് ചെയ്തില്ലെങ്കിൽ അതിലൂടെ ഇൻഫെക്ഷൻസ് ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലേക്ക് സ്പ്രെഡ് ആകുകയും പേഷ്യന്റിനെ അഫക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ക്ലോത്തിങ്സിന്റെ കാര്യം പറഞ്ഞല്ലേ? എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഷൂസ് പ്രോപ്പർ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ സർജിക്കൽ ഗൗൺസ് പറഞ്ഞു. ഓക്കെ, എങ്ങനത്തെ മെറ്റീരിയൽ ആയിരിക്കണം സർജിക്കൽ ഗൗൺസ്? ഫ്ലൂയിഡ് റെസിസ്റ്റന്റ് മെറ്റീരിയൽ. ഫ്ലൂയിഡ് റെസിസ്റ്റന്റ് മെറ്റീരിയൽസ് ആയിരിക്കണം. ഓക്കെ, എന്തിനു വേണ്ടിയാണ്? ഈ ബ്ലഡിന്റെയോ ബോഡി ഫ്ലൂയിഡ്സിന്റെയോ സ്പ്ലാഷസ് ദേഹത്ത് തെറിച്ചാൽ എന്താണ്? അത് അബ്സോർബ് ചെയ്യാനായിട്ട് പാടില്ല. അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് കൊണ്ടായിരിക്കണം ഇത്തരം ഗൗൺസ് നിർമ്മിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? പിന്നെന്തായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഹാൻഡ് സ്ക്രബ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഹാൻഡ് സ്ക്രബിനെ കുറിച്ച് പഠിച്ചു. അസെപ്റ്റിക് ടെക്നിക്സ് എന്താണ്? അസെപ്റ്റിക് ടെക്നിക്സ്
എന്തായിരുന്നു അസെപ്റ്റിക് ടെക്നിക്സ്? ആ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ തിയേറ്റർ ജെം ഫ്രീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അല്ലെങ്കിൽ പേഷ്യന്റിന്റെ സേഫ്റ്റിക്കും വേണ്ടി എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകളും ഫോളോ ചെയ്യുന്ന ചില മെത്തേഡ്സുകൾ ഉണ്ട്. ഏതൊക്കെയാണിത്? സ്ക്രബ് ചെയ്യുക, PPE വെയർ ചെയ്യുക. ഓക്കെ, ഇത്തരം മെത്തേഡ്സുകളെയാണ് അസെപ്റ്റിക് ടെക്നിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത്തരം അവിടെ ഫോളോ ചെയ്യുന്ന ഇത്തരം മെത്തേഡുകളെയാണ് അസെപ്റ്റിക് ടെക്നിക്സ് എന്ന് പറയുന്നത്. പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഓരോ ഓപ്പറേഷൻ റൂമും വ്യത്യസ്തമാണെന്ന് പഠിച്ചു അല്ലേ? എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ഓപ്പറേഷൻ റൂം എങ്ങനെയായിരിക്കണം? ഓപ്പറേറ്റിംഗ് ടേബിൾ സെൻട്രലായിരിക്കണം. ഓക്കെ, എങ്ങനെയായിരിക്കണം? ഓപ്പറേറ്റിംഗ് ടേബിൾ സെൻട്രലായിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? അഡ്ജസ്റ്റബിൾ ആയിരിക്കണം. ഷാഡോസ് ഉണ്ടാവാൻ പാടില്ല. ലൈറ്റ്സിന്റെ കാര്യത്തിലാണ്. ഓക്കെ, ടേബിളിന്റെ കാര്യം എങ്ങനെയാണ്? അഡ്ജസ്റ്റബിൾ ആയിരിക്കണം. പൊസിഷനിങ്ങിന് വേണ്ടിയാണ് അഡ്ജസ്റ്റബിൾ ആയിരിക്കണം എന്ന് പറയാൻ കാരണം. പിന്നെ ലൈറ്റ് എങ്ങനെയാണ്? പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റ് ലഭിക്കുന്ന ബ്രൈറ്റ് ആയിട്ടുള്ള ലാംപ്സുകൾ വേണം യൂസ് ചെയ്യാനായിട്ട്. അതേപോലെ ഷാഡോസിനെ റെഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ലാംപ്സുകൾ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെന്തായിരുന്നു? ലിങ്ക് ടു ഡിഫറെന്റ് മോണിറ്റേഴ്സ്. പലതരത്തിലുള്ള മോണിറ്റേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ? ഏതൊക്കെയാണിത്? BP ചെക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാനായിട്ടുള്ള മോണിറ്റേഴ്സ് അവിടെ പേഷ്യന്റുമായിട്ട് എന്തെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, പിന്നെന്തായിരുന്നു? ജെം ഫ്രീ ആയിരിക്കണം എന്ന് പറഞ്ഞു. ഡയാത്തമി മെഷീൻ എന്താണ്? ഡയാത്തമി മെഷീൻ ഈ സർജറി ബ്ലീഡിംഗ് കൺട്രോൾ. ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഡയാത്തമി മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്തായിരുന്നു? ഹാർട്ട് ലങ് മെഷീൻസ് ഉണ്ട്. അതേപോലെ ധാരാളം സ്പെഷ്യലൈസ്ഡ് ടൂൾസുകൾ ഓപ്പറേറ്റിംഗ് റൂമിൽ യൂസ് ചെയ്യാറുണ്ട്. ഏതൊക്കെയാണത്? സർജിക്കൽ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യാറുണ്ട്. സക്ഷൻ ഡിവൈസ്. എന്തിനാ സക്ഷൻ ഡിവൈസ് യൂസ് ചെയ്യുന്നത്? ഈ ബോഡി ഫ്ലൂയിഡ്സ് ബ്ലഡിന്റെ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരം സക്ഷൻ ഡിവൈസുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ആയിരുന്നു നമ്മൾ സോണിങ് പഠിച്ചത് അല്ലെ? ഹോസ്പിറ്റലിനെ ഓപ്പറേഷൻ തിയേറ്ററിനെ നമ്മൾ സോൺ ആക്കി 4 സോൺ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു അത്? 4 സോണുകൾ ഏതൊക്കെയാ? പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ. പ്രൊട്ടക്റ്റീവ് സോൺ അല്ലെങ്കിൽ ഔട്ടർ സോൺ എന്ന് പറയും. ദെൻ പിന്നെ ഏതായിരുന്നു? ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ, ഡിസ്പോസൽ. ക്ലീൻ സോൺ, പിന്നെ ഏതായിരുന്നു? വരുന്നുണ്ട്, ഡിസ്പോസൽ സോൺ വരുന്നുണ്ട്. ഇങ്ങനെ 4 സോണുകളായിട്ട് ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ടിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രൊട്ടക്റ്റീവ് സോണിലെ പ്രത്യേകത എന്താണ്? നോൺ സ്റ്റെറൈൽ സോൺ ആണത്. ഓക്കെ, നോൺ സ്റ്റെറൈൽ ആണ്. അതോടൊപ്പം തന്നെ എന്താണ്? ഏരിയയാണ്. ഓക്കെ, അതിൽ ഏതൊക്കെ ഏരിയാസ് ആണ് ഉൾപ്പെട്ടിരിക്കുന്നത്? റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ, ചേഞ്ചിങ് റൂം. ഓക്കെ, റിസപ്ഷൻ വരുന്നുണ്ട്, വെയിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്, ചേഞ്ചിങ് റൂം വരുന്നുണ്ട്, പ്രീ അനസ്തേഷ്യ റൂം വരുന്നുണ്ട്, സ്റ്റോർസ് ആൻഡ് റെക്കോർഡ്സ് വരുന്നുണ്ട്, പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്ന റൂം വരുന്നുണ്ട്, ഓട്ടോക്ലേവ് അല്ലെങ്കിൽ എന്താണ്? തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ TSS, ട്രോളി ബേ, കൺട്രോൾ ഏരിയ ഓഫ്. ഓക്കെ, ട്രോളി ബേ വരുന്നുണ്ട്, കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി വരുന്നുണ്ട്. ട്രോളി ബേ എന്താണ്? ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രോളീസുകളെ സ്റ്റോർ ചെയ്ത് വെക്കുകയും ഓർഗനൈസ് ചെയ്ത് വെക്കുകയും ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ഏരിയയാണ് നമ്മൾ ട്രോളി ബേ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡിന്റെ പ്രത്യേകത എന്താ? സെക്കൻഡ് സോണിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? ക്ലീൻ സോൺ, സെമി സ്റ്റെറൈൽ സോൺ ആയിരിക്കും. സെമി സ്റ്റെറൈൽ സോൺ ആണ്. ഓക്കെ, സെമി സ്റ്റെറൈൽ ആണ്. അതോടൊപ്പം തന്നെ ഏതൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന മേഖലകൾ? ഏതൊക്കെയാ? ഏരിയാസ് ഏതൊക്കെയാ? പ്രീ ഓപ്പറേറ്റിംഗ് റൂം, റിക്കവറി റൂം, പ്ലാസ്റ്റർ റൂം, സ്റ്റാഫ് റൂം, എസ്തെറ്റിക് സ്റ്റോർ റൂം, എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം, ഓട്ടോ പ്രോസസർ. ഓക്കെ, ഓട്ടോ പ്രോസസർ എന്താ? എക്സ്റേ എടുക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഓട്ടോ പ്രോസസർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് തേർഡ് സോൺ?
sterile and aseptic zone. ഓക്കെ, ഏതൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഏരിയാസ് ഏതൊക്കെയാ? റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ഓക്കെ, റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. സ്റ്റെറൈൽ ഏരിയ ഓപ്പറേറ്റിംഗ് റൂം, സ്ക്രബ് റൂം, അനസ്തേഷ്യ, ഇൻഡക്ഷൻ റൂം, ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ, ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ. എന്താണ് ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേഷന് വേണ്ട എല്ലാ എക്യുപ്മെന്റ്സുകളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ട്രോളി സൂക്ഷിക്കുന്ന ഏരിയയാണ് ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ. ലാസ്റ്റ് സോൺ ആയിരുന്നു, 4th സോൺ ആണ് ഡിസ്പോസൽ സോൺ അല്ലെ? ഡിസ്പോസൽ സോണിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ ഡിസ്പോസൽ സോണിന്റെ പ്രത്യേകതകള്? ഡേർട്ടി വാഷ്റൂംസ് ഉണ്ടായിരിക്കും, വാഷപ്പ് റൂംസ് ഉണ്ടായിരിക്കും, ഡിസ്പോസൽ കോറിഡോർ ഉണ്ടായിരിക്കും. ഈ കോറിഡോറിലൂടെ മാത്രമേ ഈ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാനായിട്ട് കൊണ്ടുപോകാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ജാനിറ്റർ ക്ലോസറ്റ് ഉണ്ട്. എന്താ ജാനിറ്റർ ക്ലോസറ്റിന്റെ പ്രത്യേകത? ആഫ്റ്റർ സർജറിക്ക് ശേഷം എക്യുപ്മെന്റ്സ് സ്റ്റെറൈൽ ചെയ്യുന്ന സംഭവം സൂക്ഷിക്കുന്നത്. എല്ലാ ബക്കറ്റ്സ് ആയിക്കോട്ടെ, ഡിറ്റർജൻസ് ആയിക്കോട്ടെ, സൊല്യൂഷൻസ് ആയിക്കോട്ടെ, ഇത്തരം വസ്തുക്കളെ സൂക്ഷിക്കുന്ന ഏരിയയാണ് ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്തായിരുന്നു? പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ പഠിച്ചു. മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ പഠിച്ചു, ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ പഠിച്ചു, ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ പഠിച്ചു. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ആയിരുന്നു അഡ്മിനിസ്ട്രേഷൻ. എന്തൊക്കെ പ്രോട്ടോകോൾസ് ആണ് ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ പാലിക്കേണ്ടത്? ഓക്കെ, പ്രോട്ടോകോൾസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? എന്തിനു വേണ്ടി ഇത്തരം പോളിസികൾ കൊണ്ടുവരുന്നത്? എന്തിനു വേണ്ടിയാ? പേഷ്യന്റിന്റെ സേഫ്റ്റിക്കും ഹൈ ലെവൽ കെയറിനും അതുപോലെ തന്നെ സർജിക്കൽ ടൈമിലെ മിസ്റ്റേക്ക് കുറയ്ക്കുന്നതിന്. വെരി ഗുഡ് അല്ലെ? പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടി സർജിക്കൽ ടൈമിൽ ഉണ്ടാകാനിടയുള്ള മിസ്റ്റേക്സുകൾ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരം പോളിസീസ് അല്ലെങ്കിൽ പ്രോട്ടോകോൾസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ലേബർ റൂം. ഓക്കെ, ലേബർ റൂം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതിന്റെ പ്രിന്റ് എടുത്തിട്ട് വേണം. ക്ലിയർ ആണോ? ചാപ്റ്റർ നമ്പർ 29. ഓക്കെ, 29 ലേബർ റൂം. അപ്പൊ ഇതിന്റെ MCQ ഇട്ടേക്കാട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ? Okay, miss. ഓക്കെ, ബൈ. താങ്ക് യു Thank മാം. you, miss.